ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഓഫ് ഗുഡ്നസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വചനം ഷെയർ ചെയ്യുക. അനേകർക്ക് അത് ആശ്വാസവും അനുഗ്രഹവുമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 9-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളെ വീഴിക്കുവാനും അവരെ കുഴിയിലിറക്കുവാനും ജാതികൾ പല പദ്ധതികളും പ്ലാൻ ചെയ്യും. എന്നാൽ ദൈവം നമ്മെ അതിൽ നിന്ന് വിടുവിക്കുകയും ജാതികളെ അതിൽ കുരുക്കുകയും ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനക്കാരൻ 34-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഈ വാക്ക് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഞങ്ങൾ ഒരു വിഷയത്തിന്മേൽ ഭയങ്കര ഭാരപ്പെട്ട് ഞാനും എൻ്റെ ഇളയ മകനും കൂടി തൃശ്ശൂരിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ ഒരു കുടുക്കിൽ അകപ്പെടുത്തി എൻ്റെ വസ്തു ഒരു തന്ത്രം ഉപയോഗിച്ച് ഒരു കുടുക്കിൽ അകപ്പെടുത്തുവാൻ തക്കൊണ്ട് ഇടയായിട്ട് തീർന്നു. എങ്ങനെ ആ കുടുക്ക് വിട്ട് വെളിയിൽ വരുമെന്ന് ഒരു സാധ്യതയില്ലാത്ത നിലയിൽ ഞാൻ കഷ്ടപ്പെടുകയുണ്ടായി, പ്രാർത്ഥിക്കുകയുണ്ടായി. അത് എൻ്റെ ഒരു സിറ്റുവേഷൻ അന്ന് ആ സമയത്ത് അങ്ങനെയായിരുന്നു. ആ ചതിക്കുഴിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് വളരെ നാളുകൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു നാൾ ഞാനും എൻ്റെ ഇളയ മകനും കൂടി വളരെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്നൊരു വചനമായിരുന്നു, ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. തന്നെയല്ല, പിന്നീട് ദൈവം തന്നെ ന്യായവിധി വെളിപ്പെടുത്തുമെന്നും ഞങ്ങൾക്കൊരു ഉറപ്പ് ലഭിക്കുകയുണ്ടായി. ചില വർഷങ്ങൾ കഴിഞ്ഞ് അവരെക്കാൾ, അതായത് എന്നെ കുടുക്കിൽ അകപ്പെടുത്തിയവരെക്കാൾ വമ്പന്മാരായ ചില ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടാവുകയും ഞങ്ങളെ ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം ആ പ്രമാണത്തിൻ്റെ കെട്ട് അഴിച്ച് ഞങ്ങളുടെ കയ്യിൽ അത് വരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അതുപോലെ 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ കുടുക്കിൽ അകപ്പെടുത്തിയ 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ ഞാൻ പറയുന്നില്ല, പിന്നീട് ഒരിക്കൽ അവസരം കിട്ടുകയാണെങ്കിൽ അത് പറയാം. ഈ സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ ദാവീദിൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു കാര്യം, ഒരു പക്ഷേ പല കാര്യങ്ങളുണ്ടാകാം. ഒരു കാര്യമെന്ന് പറയുന്നത്, ജാതികൾ തങ്ങളുണ്ടാക്കിയ കുഴിയിൽ താണുപോയി. അവിടെ ജാതികൾ ഉണ്ടാക്കിയ ഒരു കുഴി എന്ന് പറയുന്നത്, ദാവീദ് ഏലാ താഴ്വരയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇസ്രായേൽ പട്ടാള നിരകളും ശൗൽ രാജാവായിരിക്കുന്ന കാലത്ത് ഇസ്രായേൽ പട്ടാള നിരകളും അപ്പുറെ ഫിലിസ്ത്യ പട്ടാള നിരകളും തമ്മിൽ പോർവിളി നടത്തുകയാണ്. തൻ്റെ അപ്പനായിരുന്ന ഇശായിയുടെ ആടുകളെ തീറ്റി കാട്ടിൽ നടന്നിരുന്ന ദാവീദ് വീട്ടിൽ വന്ന ദിവസം തൻ്റെ അപ്പൻ പറഞ്ഞു, നിൻ്റെ സഹോദരന്മാരുടെ ക്ഷേമമെല്ലാം അന്വേഷിച്ച് അവർ യുദ്ധകളത്തിലേക്ക് പോയിരിക്കുകയാണ്. ക്ഷേമമെല്ലാം അന്വേഷിച്ച് അവിടുത്തെ ആ 1000 പേരുടെ അധിപനായിരിക്കുന്ന സഹസ്രാധിപന് ചില നല്ല പലഹാരങ്ങളെല്ലാം കൊടുക്കുക, സഹോദരന്മാർക്ക് ചിലതെല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞ് കുറച്ച് പലഹാരങ്ങളെല്ലാം ആക്കി ദാവീദിനെ അയക്കുകയാണ്. ദാവീദ് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഫിലിസ്ത്യ പട്ടാള നിരകളിൽ നിന്ന് ഒരു മല്ലനായ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരുത്തൻ ഗ്രൗണ്ടിലേക്ക് വരികയാണ്. അവൻ ഒരു 9.5 അടി ഉയരം, സുമോ ഗുസ്തിക്കാരനേക്കാളും ഭയങ്കര ഉയരവും തടിയുമുള്ള അജാന ബാഹുവായൊരു മനുഷ്യൻ വന്നിട്ട് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത്? നിങ്ങളിൽ ഒരുത്തനെ ഞങ്ങൾക്ക് എൻ്റെ അടുത്തിലേക്ക് വിട്ടുതരിക. അവൻ വന്ന് യുദ്ധത്തിൽ എന്നെ തോൽപ്പിച്ചാൽ നിങ്ങൾക്ക് അടിമകളാകാം. അല്ല, ഞാൻ അവനെയാണ് തോൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളാകണം, നിങ്ങൾ ഞങ്ങൾക്ക് ദാസന്മാരാകണം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ഇവൻ്റെ വെല്ലുവിളി കേൾക്കുമ്പോൾ തന്നെ ഇസ്രായേൽ നിരകളെല്ലാം ഭയന്ന് ഭ്രമിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ യുദ്ധത്തിന് പോകേണ്ട ആൾ ശൗൽ രാജാവാണ്, പക്ഷെ പുള്ളിയും പേടിച്ച് മാറിയിരിക്കുകയാണ്. യുദ്ധത്തിന് പോകാനായിട്ട് ആരുമില്ല. 40 ദിവസമായിട്ട് ഈ വെല്ലുവിളി തുറന്നുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും രാവിലെ വരും, ഫിലിസ്ത്യമെല്ലാം വന്ന് വെല്ലുവിളിക്കും. ഇസ്രായേൽക്കാർ പേടിച്ച് ഭയന്ന് പിന്മാറിപ്പോകും. ഒരുത്തൻ പോലും ഇവനെ എതിരിടുവാൻ ചെല്ലുവാനായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദാവീദ് ചെല്ലുന്നത്. ദാവീദ് വെല്ലുവിളിയെല്ലാം കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഇവൻ ആരാണ്? ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്ന ഇവൻ ആരാണ്? എന്താണ് ഇവൻ വെല്ലുവിളിക്കുന്നതെല്ലാം ചോദിച്ചപ്പോൾ അവൻ്റെ ചേട്ടന്മാർ പറഞ്ഞു, നീ പൊക്കെ നിന്റെ കാര്യം നീ പൊക്കെ എന്നെല്ലാം പറഞ്ഞ് അവൻ ഒഴിവാക്കാനായിട്ട് നോക്കുന്നു. എന്നാൽ അവൻ കൂടെ ചോദിച്ച് മനസ്സിലാക്കി വാർത്തകൾ അറിഞ്ഞ് ശൗലിൻ്റെ അടുക്കൽ അവൻ എത്തുവാനിടയായിട്ട് തീർന്നു. ശൗലിനോട് പറഞ്ഞു, ഞാൻ അവനെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശൗൽ പറഞ്ഞു, നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ലല്ലോ, നീ യുദ്ധം അഭ്യസിച്ചിട്ടില്ല, നിനക്ക് അതിനുള്ള പ്രാപ്തിയില്ല, നീ ഒരു ബാലനല്ലേ. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ തീറ്റി വനത്തിൽ നടക്കുമ്പോൾ അവിടെ എൻ്റെ ആടുകളെ പിടിക്കുവാനായിട്ട് വന്ന ഒരു സിംഹത്തെ ഞാൻ കൊന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ എൻ്റെ ആടുകളെ പിടിക്കുവാൻ വന്ന ഒരു കരടിയെ ഞാൻ കൊന്നിട്ടുണ്ട്. ഇതൊക്കെ ദൈവത്താൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് അവൻ പറഞ്ഞു. ദൈവം നമ്മളെ പലപ്പോഴും ട്രെയിൻ ചെയ്യുന്നത് ആരും അറിയാത്ത ഇടങ്ങളിൽ വെച്ചിട്ടായിരിക്കും. അവിടെ ദൈവം നമ്മളെ ശരിയായ നിലയിൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമുറകളെല്ലാം തന്ന് നമ്മളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കും, ആത്മീയമായും ഭൗമികമായും എല്ലാം. അവിടെ ദാവീദ് തൻ്റെ ആടിനെ പിടിക്കാൻ വന്ന സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ അവൻ പറിച്ചെടുത്തു. പക്ഷേ അതിനുശേഷം സിംഹം അവൻ്റെ നേരെ വന്നു. അവൻ ആ സിംഹത്തെ പറിച്ചു കയറി കളഞ്ഞു, അതിൻ്റെ താടിക്ക് പിടിച്ച് അതിനെ അടിച്ചു കൊന്നു. ദാവീദിൻ്റെ മേലിരിക്കുന്ന അഭിഷേകത്താലാണ് ദൈവം അത് സാധ്യമാക്കി കൊടുത്തത്. ആ ദാവീദ് ഇവൻ്റെ അടുക്കൽ യുദ്ധത്തിന് ചെല്ലുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഈ വെല്ലുവിളിക്കുന്ന ഈ ഗോലിയാത്തിൻ്റെ അടുക്കലേക്ക് ദാവീദ് ഇറങ്ങിച്ചെല്ലുകയാണ്. അങ്ങനെ ദാവീദ് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ ഗോലിയാത്ത് അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, നീ എന്തിനാണ് എൻ്റെ അടുക്കലേക്ക് വരുന്നത്? നിന്നിപ്പൻ പറിച്ച് കീറി ആകാശത്തിലെ പക്ഷികൾക്ക് ഭക്ഷണമായിട്ട് ഇട്ട് കൊടുക്കുമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ചെന്ന് ദാവീദ് ആ മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിക്കുകയും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളെടുത്ത് അവൻ്റെ തല വെട്ടി മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇത് കണ്ടതോടുകൂടി ഫിലിസ്ത്യരെല്ലാം ഭയന്നോടി. ഇസ്രായേൽ ജനം പിന്നാലെ ചെന്ന് അവരെ കൊള്ളയിടുകയും കൊല്ലുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ദൈവമക്കളെന്നുള്ള ഒരൊറ്റ കാരണത്താൽ നമ്മളെ വെല്ലുവിളിക്കുന്ന അനേക ഗോലിയാത്ത ആത്മാക്കളെ നമ്മുടെ ചുറ്റുപാടുകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനേക ഗോലിയാത്തിൻ്റെ ആത്മാക്കൾ അവർ വന്ന് പകലും രാത്രിയൊക്കെ നമ്മളെ വെല്ലുവിളിച്ചെന്ന് വന്നേക്കാം. എന്നാൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം തൻ്റെ ദൂതന്മാരെ ഇറക്കി വിട്ട് നമ്മുടെ യുദ്ധത്തെ നടപ്പാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളിരിക്കുന്ന അഭിഷേകത്താൽ ദൈവത്തിന് അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മളെ വിളിച്ചിരിക്കുന്നു, നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ രക്തം കൊടുത്ത്, യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാ. നമ്മുടെ നേരെ വെല്ലുവിളി നടത്തുമ്പോൾ, നമ്മുടെ നേരെ യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അവരെ നശിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഒത്തിരി വെല്ലുവിളികൾ നടത്തും. 40 ദിവസം വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒടുവിൽ ആ ഫിലിസ്ത്യ മല്ലൻ കീഴെ വീഴുന്നത് നമുക്ക് കാണുവാൻ. നമ്മളെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത് എന്ന് പറയുന്ന ആ ആത്മാവ്, അവൻ എത്ര ശക്തനാണെങ്കിലും അതിനെ തകർക്കുവാൻ കഴിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവം നമ്മുടെ മേൽ നൽകിയിട്ടുണ്ട്. നാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണു പോവുകയും അവർ കുഴിച്ച കുഴിയിൽ അവരുടെ കാലുകൾ അകപ്പെടുകയും അവർ വിരിച്ച വലയിൽ അവരുടെ കാലുകൾ അകപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കുവാനായിട്ട് വരുന്ന എല്ലാ ആളുകളോടും കൂടെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം നമ്മോട് കൂടെ നിർത്തിയിട്ടുണ്ട്. അവർ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിശാചിൻ്റെ കോട്ടകൾ ഇടിയുകയും ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് അവരെ തകർത്ത് കളയുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ഒരു ദൈവവേദനായിരിക്കുന്നതുകൊണ്ട് നമ്മളെ പറ്റിക്കാമെന്നും നമ്മളെ ചതിക്കാമെന്നും നമ്മളെ വഞ്ചിക്കാമെന്നും നിരൂപിച്ച് നമുക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ ആരും ചോദിക്കാനില്ല എന്നുള്ള മനോഭാവത്തോടു കൂടി നമുക്കെതിരെ വരുമ്പോൾ അതിനുവേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യുന്ന ദൈവദൂതന്മാർ നമുക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം ന്യായവിധിയുടെ ദൈവമാണ്. ദൈവം തൻ്റെ ന്യായവിധി അയച്ച് നമുക്കെതിരെ വരുന്ന ഗോലിയാത്തിൻ്റെ ആവികളെ തകർത്ത് കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയുവാനായിട്ടുണ്ട്. ഞാൻ ഒരു ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ തകർക്കുവാൻ ശ്രമിച്ച പല ശക്തികളോടും വ്യക്തികളോടും ദൈവം ഇടപെട്ടത് എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലർ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നു, ചിലർ കറണ്ടടിച്ച് മരിക്കേണ്ടതായിട്ട് വന്നു, ചിലർ ഒരു വശം തളർന്ന് വീണ് പോകേണ്ടതായിട്ട് വന്നു. പല നിലയിലും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച, ഒരു ദോഷവും ചെയ്യാതിരുന്നിട്ടും എനിക്കെതിരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് വന്ന ആളുകൾ തകർന്നു പോകുന്നത് കാണുവാൻ തക്കോണം എനിക്കിട വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഒരു ദൈവവൈതൽ എന്നുള്ള ഒരൊറ്റ കാരണത്താൽ നിനക്കെതിരെ കൂട്ടം കൂടുന്ന ശത്രുക്കളെ ചിതറടിക്കുവാൻ തക്കോണം നമ്മുടെ കർത്താവായ യേശു സർവശക്തനായ ദൈവമാണ്. അതുപോലെ തന്നെ ഒരു സഭാ കൂടിവരവ് നടത്തുമ്പോൾ ആ സഭാ കൂടിവരവിനെതിരെ ഇതുപോലെയുള്ള ഗോലിയാത്ത ആളുകൾ എഴുന്നേറ്റ് വന്നേക്കാം. എന്നാൽ നാം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഗോലിയാത്ത് എത്ര മല്ലനാണെങ്കിലും എത്ര ശക്തനാണെങ്കിലും നമ്മുടെ കർത്താവ് എത്രയോ ശക്തനാണ്. നമ്മുടെ കർത്താവ് അവനെ തകർത്ത് തരിപ്പണമാക്കി കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ മുൻപിൽ ഇങ്ങനെയുള്ള ഗോലിയാത്തിനെ പോലെയുള്ള ചില പർവ്വതങ്ങൾ പോലെയുള്ള ആളുകൾ വന്ന് നിൽക്കുമ്പോൾ നാം അവരെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവർ അധികാരമുള്ളവരായിരിക്കാം, അവർ ശക്തിബലമുള്ളവരായിരിക്കാം, അവർ പലവിധമായ ക്രമീകരണങ്ങളുള്ള ആളുകളായിരിക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് അതിനേക്കാളൊക്കെ ഉന്നതനും സർവശക്തനുമായ ദൈവമായതുകൊണ്ട് നമുക്ക് അവരെ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ തലയിലെ മുടികളെല്ലാം എണ്ണിയിരിക്കുന്നു, അതിലൊന്ന് ഞാൻ അറിയാതെ നിലത്ത് വീഴില്ല. അത്രമാത്രം നമ്മളെ കെയർ ചെയ്യുന്ന നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ
നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന എല്ലാ പർവ്വതങ്ങളെയും സമഭൂമികളാക്കി മാറ്റുവാൻ തക്കവണ്ണം, നമുക്കെതിരെ കുഴികളെ കുഴിക്കുന്നവർ കുഴിയിൽ വീഴുവാൻ തക്കവണ്ണം, നമുക്കെതിരെ വല വിരിക്കുന്നവർ ആ വലയിൽ വീഴുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് മാറ്റമില്ലാത്തവനായിട്ട് നിൽക്കുന്നു. തിരുവഴുത്തിൽ എന്തോരം കാര്യങ്ങൾ നമുക്കതുപോലെ കാണുവാനായിട്ട് സാധിക്കും. ഒരു ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി മൊർദെഖായിയെ കൊല്ലുവാനായിട്ട് ഒരു വലിയ കഴിമരം ഉണ്ടാക്കി. അതേ കഴിമരത്തിൽ ആ ഹാമാൻ തൂക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദേവാലയം പണിക്കായിട്ട് ഇറങ്ങിത്തിരിച്ച എസ്രായുടെ നേതൃത്വത്തിൽ വന്ന, സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ വന്ന ജനത്തിൻ്റെ പണി മുടക്കിയ ആളുകൾ ദാര്യാവേശ രാജാവിന് അന്നത്തെ രാജാവിന് കത്തയച്ച് ഇങ്ങനെ കോരശ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് കത്തയച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊന്ന് മറുപടി, അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ പറഞ്ഞ് അവർ കുഴിച്ച കുഴിയിൽ അവർ വീഴുന്നത്, അവർ വിരിച്ച വരയിൽ അവർ വീഴുന്നതൊക്കെ നമുക്ക് എസ്ര, നെഹമ്യാവ് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇങ്ങനെയുള്ള ശത്രുക്കളെ കാണുമ്പോൾ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മുടെ കർത്താവ് വലിയവനാണ്. അതുകൊണ്ട് ഈ വചനത്തെ നമുക്ക് ഏറ്റെടുക്കാം. ആ വചനത്തിൽ പറയുകയാണ്, ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി. അവർ നമുക്കെതിരെ കുഴികൾ കുഴിക്കും, നമുക്കെതിരെ വലകൾ ഒരുക്കും, എന്നാൽ അതിൽ അവർ തന്നെ താണുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ തലമുറയിൽ ദൈവമേ ഞങ്ങളെ അവിടുന്ന് കാണുകയും ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ള ഒറ്റ കാരണത്താൽ ഞങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളെ കരുതുന്ന വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നടക്കുന്ന വഴിയിൽ, ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾക്കെതിരെ ശത്രു വിരിച്ചിരിക്കുന്ന എല്ലാ കെണികളിൽ നിന്നും, എല്ലാ ചതിക്കുഴികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, യഹോവയുടെ ദൂതന്മാർ തങ്ങളുടെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ശത്രു കെണികളെ ഒരുക്കുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി ശത്രു വലകളെ വിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഞങ്ങൾ രക്ഷിക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കർത്താവെ പലപ്പോഴും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ അത് വായിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് വചനം കേട്ട എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ആത്മീകമായിട്ട് വളരുവാൻ, ദൈവകൃപയിൽ അവർ വളരുവാൻ, ദൈവസന്നിധിയിൽ നിന്ന് കർത്താവിനോട് ചോദിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ എല്ലാം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങളുടെ മേലും അവിടുന്ന് ഇടപെട്ട് അവരെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും അവിടെ നടത്തി കൊടുക്കണമേ കർത്താവെ. അവരുടെ രോഗങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കണമേ കർത്താവെ. അവരുടെ ആത്മീയമായ ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുവാൻ തക്കോണം അവിടുന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.